ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബ്വേടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളതും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഓപ്പൺ ക്യാമറ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ഫോണിൽ ഓൾറെഡി ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പുതിയ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന്. അതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേത്, ഓപ്പൺ ക്യാമറ ആപ്പ് നമ്മുടെ മൊബൈലിലെ ഡിഫാൾട്ട് ക്യാമറയെ അപേക്ഷിച്ച് കൂടുതൽ ക്യാമറ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കളർ ടോണും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ക്യാമറയ്ക്ക് ഒരു ചെറിയ DSLR എഫക്റ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ ഈ ആപ്പിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമതായി, നമ്മളിൽ പലരും വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനായി എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മുടെ ഡിഫാൾട്ട് ക്യാമറ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ബോയോ മൈക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോബ്ലം ഫേസ് ചെയ്തതാണ്. ആ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇതാണ് ഈ ക്യാമറയുടെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന യൂസർ ഇൻ്റർഫേസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായി നമുക്ക് ഒരു സെറ്റിംഗ്സ് ബട്ടണും അതിന് താഴെയായി നമുക്ക് കറണ്ട് കോൺഫിഗറേഷൻ വ്യൂ ചെയ്യുന്നതിനുള്ള ബട്ടണും പിന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ എക്സ്പോഷർ ലോക്ക് ചെയ്യുവാനുള്ള ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡിലായി നമ്മളെടുത്ത ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസും എല്ലാം പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതിന് താഴെയായി ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും തമ്മിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ബട്ടണും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സെറ്റിംഗ്സ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ടൈമർ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ടൈമർ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഇത് എനേബിൾ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രധാനമായും കാണാവുന്നത് ഫോട്ടോ സെറ്റിംഗ്സ്, വീഡിയോ സെറ്റിംഗ്സ്, പിന്നെ ലൊക്കേഷൻ സെറ്റിംഗ്സുമാണ്. ഫോട്ടോ സെറ്റിംഗ്സിൽ നമുക്ക് ക്യാമറ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഇമേജ് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. HDR എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു DSLR ക്യാമറയിൽ ഇതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ആവശ്യമുള്ളവർക്ക് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒത്തിരി നല്ല ഫോട്ടോസ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ സെറ്റിംഗ്സിൽ പോകുകയാണെങ്കിൽ നമുക്ക് വീഡിയോസ് റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഫോർമാറ്റും എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഡിയോ സോഴ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏത് ഓഡിയോ സോഴ്സ് വേണം എന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്റ്റേണൽ മൈക്ക് എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ റണ്ണിംഗ് കോൺഫിഗറേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പോഷർ വളരെ എളുപ്പത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാനും ചെയ്ത് കറക്റ്റ് ആക്കുന്നതിന് ഈ ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്പോഷർ വളരെ എളുപ്പത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാനും ചെയ്ത് കറക്റ്റ് ആക്കുന്നതിന് ഈ ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് എക്സ്പോഷർ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യേണ്ട എങ്കിൽ ഇവിടെ എക്സ്പോഷർ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാനുള്ള
ഓപ്ഷനും അവൈലബിൾ ആണ്. വളരെ മികച്ച ചിത്രങ്ങൾ എടുക്കുവാൻ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് സാധിക്കും. ഇതൊരു ഫ്രീ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇത്തരത്തിൽ നല്ല ഫോട്ടോസ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ അറിവുകളുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് സബ്വേ ടെക്.